എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ടായിരിക്കും ലൂബ്രിക്കേഷൻ കുറയുന്നത്? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിനായി ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മാത്രവുമല്ല, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈംഗിക ജീവിതത്തിൽ രതിപൂർവ ലീലക്കുള്ള പ്രാധാന്യം ഇന്നും പുരുഷന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. ലൂബ്രിക്കേഷൻ കുറയുന്നതിന് പ്രധാന കാരണം സംഭോഗ സമയത്ത് രതിപൂർവ ലീലകൾ ഇല്ല എന്നതാണ്. സ്ത്രീകൾ വളരെയധികം ആസ്വദിക്കുന്ന ഒന്നാണ് ഫോർപ്ലേ. നിങ്ങൾ മൃഗങ്ങളിലേക്കൊന്ന് നോക്കൂ. മൃഗങ്ങൾ 1 മണിക്കൂറിലധികമാണ് ഫോർപ്ലേക്ക് ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ മയിലിനെ നോക്കൂ. പെൺമയിലിനെ തൃപ്തിപ്പെടുത്താൻ നൃത്തം ചെയ്തും മറ്റുമാണ് ആൺമയിൽ കാര്യത്തിലേക്ക് കടക്കുക. അതുപോലെ തന്നെ മനുഷ്യരുടെ ഫോർപ്ലേയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാമസൂത്രയിൽ വാത്സ്യായനൻ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ചില പുരുഷന്മാർക്ക് ഉദ്ധാരണം നഷ്ടപ്പെടുന്നതിന് മുൻപ് പടി തീർക്കണമെന്ന മനോഭാവമാണ്. സ്വന്തം സംതൃപ്തിയെക്കുറിച്ചേ അവർ ഇത്തരക്കാർ ചിന്തിക്കുന്നുള്ളൂ. രതിപൂർവ ലീലകൾ വഴിയാണ് സ്ത്രീ സംഭോഗത്തിനായി തയ്യാറാകുന്നത് എന്ന് അവർ മനസ്സിലാക്കില്ല. എന്നാൽ മറ്റൊരു വലിയ ശതമാനത്തിന് രതിപൂർവ ലീലയുടെ പ്രാധാന്യം ഒട്ടും അറിയില്ല. ഇനി മറ്റൊരു വിഭാഗത്തിന്റെ ധാരണ സ്ത്രീയുടെ രഹസ്യഭാഗങ്ങളിൽ സ്പർശിച്ചാൽ അവരെ ഉണർത്താൻ കഴിയും എന്നതാണ്. അതല്ല, ശരീരത്തിന്റെ പല ഭാഗങ്ങളായിരിക്കും പല സ്ത്രീകൾക്കും പുരുഷൻ സ്പർശിക്കുമ്പോൾ സുഖം പകരുന്നത്. കിടപ്പറയിലെ ലൈംഗിക സൂചനയുള്ള സംഭാഷണം, സ്നേഹപ്രകടനം ഇവയൊക്കെ പ്രധാനമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തുറന്ന ചർച്ച ചെയ്യേണ്ട ഒന്നാണ് പരസ്പരമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം തുറന്ന ചർച്ചയിലൂടെ നിങ്ങൾക്ക് പരസ്പരമുള്ള ഇഷ്ടങ്ങളും മോഹങ്ങളും വികാരങ്ങളും കണ്ടെത്താനുമാകും. ഇതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ലൂബ്രിക്കേഷനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പണി തീർക്കണമെന്ന മനോഭാവത്തോടെ നിങ്ങൾ ബന്ധത്തിനായി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പങ്കാളി ഇതിൽ നിരാശയായിരിക്കും മാനസികമായിട്ടുള്ള ഫലം.